മലയാളം സീരിയലിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ഡിവൈഎസ്പിയും ആരതിയും രാഖിയും കൂടി സംസാരിക്കുന്നതാണ്. അപ്പോൾ രാഖിയോട് ഡിവൈഎസ്പി പറയുകയാണ്, നമ്മൾ വിഷമിച്ച് സങ്കടപ്പെട്ട് തളർന്നിരിക്കേണ്ട സമയമല്ല, വളരെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നഷ്ടമാകുന്ന സമയം നമുക്ക് വലിയ വില തന്നെ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ടൈം ഒട്ടും കളയാനില്ല. ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ എല്ലാം അന്വേഷിക്കുന്നുണ്ട്. സസ്പെൻഷനിലായിരിക്കുന്ന എനിക്ക് ചില പരിമിതികളുണ്ട്. എനിക്ക് ഈ അന്വേഷണവുമായി മുമ്പോട്ട് പോകാൻ ചില പരിമിതികളും എല്ലാം ഉണ്ട്. എന്നാലും ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം പോലീസ് സ്റ്റേഷനിലുള്ള പല പോലീസുമാരെയും എനിക്ക് നേരിട്ട് ഇതിനു വേണ്ടി നിയോഗിക്കാനോ വിളിച്ചു വരുത്താനോ ഒന്നും സാധിക്കില്ല. എന്നാലും ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ എന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെ ഞാൻ പരിശ്രമിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഞാൻ ചില ആളുകളെ, അതായത് ശാരികയെ സഹായിക്കുന്ന ശാരികയുടെ ചില കിങ്കരന്മാരെയൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ അവരെ അറിയാതെ ചെയ്യുകയും ഫോളോ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെതായ രീതിയിൽ കസ്റ്റഡിയിലെടുത്ത് അവരെ ചോദ്യം ചെയ്യുന്നുമുണ്ട്. എവിടെയെങ്കിലും ചില മൂന്നാം മുറയൊക്കെ പ്രവർത്തിക്കേണ്ടിയും വരുന്നുണ്ട്. എന്നാലും ഇതുവരെയും എനിക്ക് നമ്മുടെ കേസ് അന്വേഷണത്തിന് സഹായകമായ തുമ്പൊന്നും കിട്ടിയിട്ടില്ല. എന്നാലും ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ചില ആളുകളെ ഫോളോ ചെയ്യുകയാണ്. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യുകയാണ്. ശേഷം നമ്മുടെ ശാരികയുടെ ഹെൽപ്പറായ വിഷ്ണുവിനെയാണ് കാണിക്കുന്നത്. വിഷ്ണു ഒരു വിജനമായ ഒരു കാട് പോലത്തെ ഒരു വഴി കൂടിയൊക്കെ നടക്കുമ്പോൾ ഒരു ഫോൺ വരുന്നു. ഞാനിവിടെ സ്ഥലത്തെത്തി എന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട്. അത് നമ്മുടെ ഡിവൈഎസ്പി വിളിച്ചിട്ടാണ് വരുന്നത്. അതറിയാതെ ഡിവൈഎസ്പി ആണെന്ന് അറിയാതെ വിഷ്ണു വന്ന് ചാടി കൊടുക്കുകയാണ്. എന്നിട്ട് ഡിവൈഎസ്പി അയാളെ ഓടിച്ചിട്ട് പിടിക്കുന്നുണ്ട്. എന്നിട്ട് കുറേ ഇടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുമ്പോൾ രാജീവൻ എവിടെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കറിയില്ല, ഞാൻ അതിൽ പങ്കാളിയല്ല എന്നൊക്കെ പറയുമ്പോൾ, നീ അധികമൊന്നും പറയണമെങ്കിൽ നിനക്കൂടെ പറയിക്കാൻ അറിയാമെന്നും പറഞ്ഞു രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുകയാണ്. എന്നിട്ട് ആ പൊന്നപ്പൻ എന്ന ആളെ വിഷ്ണു തലക്കടിച്ച് കൊല്ലുന്ന ദൃശ്യം വിഷ്ണുവിനെ കാണിക്കുകയാണ് ഡിവൈഎസ്പി. എന്നിട്ട് നീ മര്യാദക്ക് ഞാൻ പറയുന്നത് പോലെ എൻ്റെ കൂടെ നിന്നില്ല, എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞില്ല എങ്കിൽ നിനക്ക് ഇനിയുള്ള കാലം ജയിലിൽ പോയി കിടക്കേണ്ടി വരും പറഞ്ഞ് ചോദിക്കുകയാണ് വിഷ്ണുവിനോട്. പക്ഷേ വിഷ്ണു തീർത്തും പറയുകയാണ്, ഞാൻ ഇതിൽ പങ്കാളിയല്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ, പിന്നെ ആരാണ്, അവൻ എവിടെയാണെന്ന് നിനക്കറിയാം, നീ പറഞ്ഞോ സത്യം എന്ന് പറഞ്ഞിട്ട് ദുർഗാബായി ആണോ ഇതിന് പിന്നിൽ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അതിനൊന്നും മറുപടി പറയുന്നില്ല. എന്തായാലും നിനക്കൊന്ന് പറയിക്കാനൊക്കെ എനിക്കറിയാമെന്നും പറഞ്ഞിട്ട് വിഷ്ണുവിനെ കൂടെ കൊണ്ടുപോവുകയാണ്, പിടിച്ചുകൊണ്ട് പോവുകയാണ് ഡിവൈഎസ്പി. അതിനുശേഷം കാണിക്കുന്നത് ശാരികയാണ്. ശാരികയ്ക്ക് ദേഷ്യം വരികയാണ്. ശാരിക എന്തൊക്കെ എടുത്ത് എറിയുന്നുണ്ട്. അതായത് എൻ്റെ വലങ്കൈയായ വിഷ്ണുവിനെ ആണ് അവൻ പിടിച്ചുകൊണ്ട് പോയത്. അവൻ്റെ സസ്പെൻഷനൊന്നും അവനൊരു വിഷയമല്ല, എന്നിട്ടും അവൻ ഇത്ര അഹങ്കാരമോ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. ദുർഗാബായി വന്നിട്ട് പറയുന്നുണ്ട്, എന്തിനാ ശാരിക ബേട്ടി ഇത്രയധികം ടെൻഷൻ അടിക്കുന്നത്, നമ്മളുടെ ആളാണല്ലോ, അപ്പോൾ എസ് പിയോട് നമുക്ക് ഈ കാര്യം പറയാം, വിഷ്ണുവിനെ കാണാനില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ അയാൾ നോക്കി കണ്ടുപിടിച്ച് തരില്ല എന്ന് പറയുമ്പോൾ ദുർഗാബായിക്ക് ഒരു ബോധവുമില്ലേ, അവനൊരു അധോലോക ഗുണ്ടയാണെന്നുള്ള കാര്യമൊക്കെ അയാൾക്കറിയാം. അവൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ അവനും നമ്മളും തമ്മിൽ എന്താണ് റിലേഷൻ ഉള്ള കാര്യങ്ങളൊക്കെ അവർ തിരഞ്ഞു പിടിച്ച് പോയി കഴിഞ്ഞാൽ ഞാനും അവനും കൂടി ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്തേക്കണം, ഞങ്ങൾ പങ്കാളികളാണ്, ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് എല്ലാം അവർക്കും വ്യക്തമായിട്ട് മനസ്സിലാകും, അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ അയാൾക്ക് പൈസ കൊടുത്ത് അയാൾ കൂടെ നിർത്തണം എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ പൈസ കൊടുത്ത് കൂടെ നിർത്താൻ പറ്റിയ ഒരാളൊന്നുമല്ല എസ് പി എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അമ്മിണിയമ്മ അവിടെ വരുന്നുണ്ട്. അമ്മിണിയമ്മ ഇങ്ങനെ ഇവരറിയാതെ ഇവരുടെ സംഭാഷണം പുറത്ത് വന്നു കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് ദുർഗാബായി അത് കാണുന്നു. ദുർഗാബായി അത് ആരാ അവിടെ എന്ന് പറഞ്ഞിട്ട് ഫോളോ ചെയ്ത് പോവുകയാണ്. അപ്പോഴേക്കും അമ്മിണിയമ്മ, എൻ്റെ ദൈവം ഇപ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഇവരെന്നെ കൊന്നത് തന്നെയെന്ന് പറഞ്ഞിട്ട് ഓടി ഒരു ഓട്ടോയിൽ പോയി രക്ഷപ്പെടുകയാണ്. അപ്പോൾ മുഖം കാണുന്നില്ല ആരാണെന്ന്. ഇത് പോയ ദുർഗാബായിയോട് ശാരിക ചോദിക്കുകയാണ്, ആരാണെന്ന് കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ആരാണെന്ന് അറിയില്ല, സാരി എടുത്തൊരു ലേഡിയാണ് വന്നത്, ഓട്ടോയിൽ കയറി പോയി രക്ഷപ്പെട്ടു എന്ന് പറയുകയാണ്. ശാരിക രാജീവൻ്റെ അടുത്ത് ചെല്ലുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ ഹെൽപ്പറായിട്ട് നിൽക്കുന്ന ആളോട് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം വയലൻ്റ് ആയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇപ്പോൾ ഡോസ് കൂട്ടി കൊടുക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല എന്ന് പറയുകയാണ്. അതിനുശേഷം ശാരിക ചോദിക്കുകയാണ്, രാജീവേട്ടനെ ഇവിടെ തന്നെ ഇങ്ങനെ കിടന്നാൽ മതിയോ, മയങ്ങി കിടന്നാൽ മതിയോ, പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയണ്ടേ, നിങ്ങളുടെ രാഗി അതുപോലെ തന്നെ ഡിവൈഎസ്പി കൂടെ ഒരുമിച്ച് നിന്ന് ഒരുപാട് എനിക്കെതിരെ പ്രവർത്തിച്ചിട്ട് ഇപ്പോൾ സസ്പെൻഷനിലാണ് ഡിവൈഎസ്പി, ഇപ്പോൾ അവർക്ക് ഒരു തുമ്പും കിട്ടാതെ നിങ്ങളെ അന്വേഷിച്ച് നടക്കുകയാണ് എന്നൊക്കെ പറയുകയാണ്. തീർച്ചയായും നിങ്ങളെ കണ്ടുപിടിക്കാൻ കഴിയുകയില്ല, അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്കറിയാം, അവസാനം നിങ്ങളെ കാണാതെ വിഷമിച്ച് നിങ്ങളുടെ 2 കുട്ടികളെയും കൊണ്ട് രാഗി വല്ല റെയിൽവേ ട്രാക്കിലും പോയി ചാകുകയേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ രാജീവന് നിയന്ത്രണം വിട്ടു പോവുകയാണ്. നിയന്ത്രണം വിട്ട് രാജീവൻ ശാരികയുടെ കൊങ്ങക്ക് കയറി പിടിച്ച് ബലപ്രയോഗം നടത്തുകയാണ്. അപ്പോൾ ശാരിക ഒരു ഉന്തുന്തി രാജീവനെ താഴ്ത്തിയിടുന്നു. എന്നിട്ട് വീണ്ടും പറയുകയാണ്, എന്താ ഒരുപാട് ആവേശം തോന്നുന്നുണ്ടോ, എങ്കിൽ ഒരു കാര്യം കൂടി ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ഫോൺ കൊടുക്കുകയാണ്. ഇത് രാജീവേട്ടൻ്റെ ഫോണാണ്, എന്താ വേണമെങ്കിൽ രാഖിയെ വിളിച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ കൊടുക്കുന്നില്ല. അതായത് രാഖിയെ വിളിക്കാൻ വേണ്ടി രാജീവൻ കൈ നീട്ടുമ്പോൾ ഫോൺ കൊടുക്കാതെ പലതവണ പറ്റിക്കുകയാണ്. പലതവണ കാണിച്ച് കളി കാര്യമായി അവർ തമ്മിൽ ഉന്തും തള്ളും ഒക്കെയായി ഫോൺ പെട്ടെന്ന് താഴെ വീഴുകയാണ്. അപ്പോൾ രാജീവനത് എടുക്കാൻ പോകുമ്പോഴേക്കും ശാരിക കാലും കൊണ്ട് ഒരൊറ്റ തട്ട് തട്ടി അത് ദൂരേക്ക് എറിയുന്നു. അപ്പോഴേക്കും അത്
ഒരു മതിലുമ്മ പോയി കൊണ്ടിട്ട് സ്വിച്ച് ഓൺ ആവുകയാണ്. അപ്പോൾ തന്നെ ആ ഹെൽപ്പറായ ആൾ ഓടി വന്നിട്ട് ദേ സ്വിച്ച് ഓൺ ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ വേഗം ഓഫ് ചെയ്യുക, അതിൽ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ഓഫ് ചെയ്യുകയാണ്. പക്ഷേ ആ സിഗ്നൽ സൈബർ സെല്ലിൽ നിന്ന് കിട്ടുന്നുണ്ട്. കാണിക്കുന്നതും അതാണ്. ഡിവൈഎസ്പിയുടെ ഒരു കൂട്ടുകാരനെ സൈബർ സെല്ലിലുള്ള കൂട്ടുകാരനോടുമായിട്ട് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും തുമ്പ് കിട്ടിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. രാജീവിൻ്റെ ഫോൺ ഇടയ്ക്കൊന്ന് ഓൺ ആയിട്ടുണ്ട്, 1 മിനിറ്റ് ഓൺ ആയിട്ട് അപ്പോൾ തന്നെ ഓഫായി. എന്ന ടവർ ലൊക്കേഷനിൽ നിന്നാണ് സിഗ്നൽ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് അപ്പോൾ തന്നെ ഡിവൈഎസ്പി രാഖിയെ വിളിച്ച് കാര്യം പറയുകയാണ്. ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്നും ഓൺ ആയിട്ടുണ്ട്, ഞാൻ അവിടെ പോയി അന്വേഷിക്കാൻ പോവുകയാണ്, രാജീവിനെയും കൊണ്ടേ ഞാൻ വരുള്ളൂ, എന്തെങ്കിലും വിവരം കിട്ടാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം തന്നെ വിളിച്ച് പറയുകയാണ്. അത് കഴിഞ്ഞ് രാഖിയും വേഗം വീട്ടിൽ ഏട്ടനോടും ഏട്ടത്തിമാരോടൊക്കെ പറയുകയാണ്. അവിടെ ഒരു സ്ഥലത്ത്, അതായത് സുൽത്താൻപേട്ട, കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെ ബോർഡറിൽ നിന്നാണ് രാജീവേട്ടൻ്റെ ഫോൺ ഓൺ ആയിരിക്കുന്നത്. അവിടെ ചെന്നാൽ എന്തെങ്കിലും അന്വേഷിച്ച് വിവരം കിട്ടും, അതിന് വേണ്ടിയിട്ട് ഡിവൈഎസ്പി അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണെന്നുള്ള വിവരം പറയുകയാണ്. കാണിക്കുന്ന ഡിവൈഎസ്പി ഡൊമിനിക് ആ സ്ഥലത്തേക്ക്, അതായത് സുൽത്താൻപേട്ടിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. പോകുന്ന വഴിക്ക് ചില ആളുകളോട് സ്ഥലം വഴിയൊക്കെ കറക്റ്റായിട്ട് ചോദിക്കുന്നുണ്ട്. അവരപ്പോൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നേരെ പോയിട്ട് ഇടതുവശത്തേക്ക് ചെന്നിട്ട് അവിടെ ആ വഴി കൂടി പൊക്കോന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവർ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരാണെന്നാണ് കാണിക്കുന്നത്. ഡിവൈഎസ്പി പോകുന്ന വഴിക്ക് ഡിവൈഎസ്പിയെ ആക്രമിക്കാനായിട്ട് അവർ വഴി മുടക്കുന്നുണ്ട്. അങ്ങനെ കാണിച്ചിട്ടാണ് സീരിയൽ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ.